എന്ത് ചെയ്യുന്ന പറയാ? മാട്ടും മാതിരിയും കണ്ട് നിന്റെ എല്ലാം ഈ കാര്യത്തിനയച്ച എന്നെ വേണം പറയാൻ. സാധിക്കില്ലേ പറയടോ, ഞാൻ തന്നെ പോവാം. അത് വേണ്ട. ഇണങ്ങി നിൽക്കുന്നവർക്ക് ഞാൻ എന്നും തിരുമേനിയാണ്. ഇണങ്ങിയാൽ ഇത് നിങ്ങൾക്കും ബാധകമാണ്. മറക്കണ്ട. പൊക്കോ. കുറുപ്പേ, പുതിയ സന്നാഹങ്ങൾ വേണ്ടിവരും. ഒരുക്കാം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്രയും വലിപ്പമുള്ള 4 സ്വർണ്ണക്കലശമെങ്കിലും ഇതിനകത്തുണ്ടാവും. അതെയോ? പിന്നെ നിധിയുടെ ഒരു പെട്ടി തന്നെ ഉണ്ടാവണമെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഇതിലല്ലായിരുന്നു ഓടിയിരുന്നേ. ഇവരൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരല്ലേ? പിന്നെ കൊണ്ടിരുന്നത് കണ്ടു കാണും. കണ്ട് കാണുന്ന അങ്ങനത്തെ ഞാൻ പറയരുത്. കണ്ടത് സമമാണ് പറഞ്ഞു കേൾക്കുന്നത്. നീ എങ്ങനെയാണാ പറയുന്നത്? നീ വരുത്തണല്ലേ? ഞാൻ വരുത്തണോ? അപ്പൊ ടിപ്പു ആരാ? ടിപ്പു ഞാൻ വരുത്തം തന്നെയാ കേട്ടോ. ഞാൻ കള്ളടിക്കാൻ വയറ്റി കിടക്കണം. ഞാൻ പറഞ്ഞേക്കാം. വയറ്റി കിടക്കണെങ്കിലേ വല്ല മോരും വെള്ളം കുടിച്ചാ പോരെ. കള്ളടിച്ച അതിന്റെ സ്റ്റൈൽ ഞാൻ കാണിക്കും. ഒന്ന് പോരാ. പിന്നെ ടിപ്പുവിനെ പറ്റി ഒരു അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. അമ്മയുടെ ആംഗ്ലോ എന്റെ അച്ഛനെ പറ്റി പറഞ്ഞ ടിപ്പുവിനെ പറ്റി പറയണ്ട. ടിപ്പുവിനെ പറ്റി പറയണ്ട. നീ പോരാ അവിടുന്ന്. ഒരു ശവങ്ങളും ടിപ്പുവിനെ പറ്റി പറയാൻ പാടില്ല. ആരും പറയരുത്. കുളം വറ്റുന്നതോ വറ്റിക്കുന്നതോ അല്ല എന്റെ പ്രശ്നം. എന്തോരം മീനാ. കുറെ നല്ല മീൻ കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് പൊരിക്കാം, കുറച്ച് കറി വെക്കാം, കുറച്ച് മീനവിലുണ്ടാക്കാം. എന്താ ദോഷം? ഭോജനത്തിൽ അമ്പലക്കുളത്തിലെ മീൻ നാട്ടുകാർ കേൾക്കണ്ട. അയ്യേ, ഞാനൊരു ആഗ്രഹം പറഞ്ഞൊന്നല്ലേ ഉള്ളൂ. ഇന്നെന്തായാലും വെള്ളം പറ്റി അടുത്തറ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറക്കം കളയണ്ട, സ്ഥലം വിട. മുതലയോ ചീങ്കണ്ടിയോ മറ്റോ ആകാം. എന്താണോ ഇത്? എന്താന്ന് നോക്കി ഒന്ന് ഇറങ്ങി നോക്കാം. എന്തായി? ഒന്നുമില്ല. അത് മനസ്സിലായി. എന്താ ഇവിടെ? നായരെ, നിങ്ങളല്ലേ പറഞ്ഞത് ഇതിലെ ടിപ്പുവിന്റെ പടയോട്ടുണ്ട്, ഇതില് നിധി ഉണ്ടെന്ന്? അതെ. അതിന് ഒറ്റയ്ക്ക് എന്താ എടുക്കല? ഒറ്റയ്ക്കില്ല. ഈ നിധി എടുത്തിട്ട് ഈ ഗ്രാമത്തിൽ ഒറ്റ കള്ളുഷാപ്പുള്ളൂ. എത്രയോ ജനങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നത്. അവർക്ക് കള്ളുഷാപ്പ് തുടങ്ങാനാ ഞാനിത് എടുക്കുന്നത്. നാട്ടുകാര് നിധി ഒറ്റയ്ക്ക് അനാഥ പ്രേതെന്നും അജ്ഞാത മനുഷ്യനെന്നൊക്കെ പറഞ്ഞ് വെറുതെ മാസം എഴുതി തള്ളിക്കളയാൻ ഞാൻ സമ്മതിക്കില്ല.
ഈ ചരിത്ര പുരുഷന്റെ അസ്ഥികൂടം ആരുടേതാണെന്ന് വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട്. അസ്ഥികൂടം ആരുടേതെന്ന് അറിയാവോ? എനിക്കറിയാം. എന്നാ പറയൂ. അത് ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. ആരെയെന്ന് വെച്ചാ പറയണോ? അതൊരു തുക്കട ചായക്കടക്കാരനോട് പറയാനുള്ളതല്ലടോ. സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ തനിക്ക് വരും. നീ എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞു. പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇനിയാണ് പറഞ്ഞു കൊടുക്കുക. സാറേ, ഈ അസ്ഥികൂടം ആരുടെയാണ്, എന്താണ്, എവിടത്തെയാണെന്ന് ഈ ഗ്രാമത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഏക മനുഷ്യന്. ശരിയാ ശരിയാ. കണ്ടോ അഹങ്കാരം? തന്നെ വിശ്വസിച്ചിട്ടുണ്ടോ തന്നോട് ഞാൻ പറഞ്ഞു. അത് ഇവരോട് പറയാൻ പാടുണ്ടോ? അത് ഞാൻ പോലീസ് ഐജിയോടും സൂപ്രണ്ടിനോടും ഞാൻ പറഞ്ഞോളാം. സ്ഥലത്ത് പിടിയുള്ള ആളാട്ടോ ഞാൻ. ഇടിക്കല്ലേന്ന്. നിനക്കെന്താ വേണ്ടേ? കൊല്ലല്ലോ. ഇനി ഇതും കൂടിയേ ഉള്ളൂ. ഊരാൻ പറഞ്ഞോ. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്. മതി മതി, ഞാൻ വന്നിട്ട് തരാട്ടോ. നിങ്ങൾ വരുന്നില്ലേ? നടക്കാൻ നിങ്ങൾ ഇരട്ട പറ്റില്ല. ഒരേ ഡ്രസ്സായി കണ്ട് ചോദിച്ചതാ ഞാൻ. ഇതിന്റെ പേരിൽ ഉത്സവം മാറ്റിവെക്കേ. ബുദ്ധിമാന്ദ്യം വടക്കുംപുറത്തെയും തെക്കുംപുറത്തെയും ഒരുപോലെ ബാധിച്ചുണ്ടോ? നടന്നത് പണ്ടെന്നോ ആണെങ്കിലും അപമൃത്യുവാണേ. കേസുമായിട്ടുണ്ട്. എന്ത് കേസ്? പുല്ലറക്കാൻ വരുന്നവനും മൊന്തമോട്ടിക്കാൻ വരുന്നവനും കുളത്തിൽ വീണ് മരിക്കാം. അങ്ങനെ ഒരു നിലപാടങ്ങോട്ട് എടുക്കാം. അത് തീരുവോ? തീരണം. അല്ലാതെ പഴയ കാര്യങ്ങളുടെ പോസ്റ്റ്മോർട്ടത്തിനൊക്കെ പോയാൽ മനസാവാച അറിയാത്ത സംഗതികൾക്കായിരിക്കും സമാധാനം പറയേണ്ടി വരിക. അരനിറയിനിരിപ്പിടം, അൻപിൻ ഉറവിടം, മാസറ്റ മാണിക്യം, മാറ്റു കുറയാതെ തങ്കം. ഏത് സിനിമയിലെ പാട്ടാന്നറിയോ? ഇല്ല. വാണത്തിനറിയാമോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ അഭിനയിച്ച സാപ്പിടും സെൽവൻ എന്ന ഫിലിമിലേതാ. ആ സിനിമയിലെ അവസാന ഭാഗം പോലെ ഒടുവിൽ ഇവിടെയും ആരും പ്രതീക്ഷിക്കാത്ത ചില സംഭവിക്കും. കുളത്തിൽ നിന്ന് ഇനിയും പല രഹസ്യങ്ങളും പുറത്തു വരും. സാപ്പിട് ചെല്ലുമേ. കിടന്ന് അലറാതെ ചായ എടുത്ത് കുടിച്ചുമ്പോ പോടാ, കാശ് തന്നേച്ച് പോടിയപ്പുറത്ത്. താൻ ഇവിടെ ഇരുന്ന് ഇല്ലാത്ത വെട്ടിത്തരങ്ങളൊക്കെ വിളിച്ചു പറയും. പോലീസുകാർ വന്ന് പൊക്കുന്നത് ഞങ്ങളെ ആയിരിക്കും. പോലീസുകാരെ കാണാൻ നല്ല രസാ. പക്ഷെ അവരുടെ ചില കൈക്രിയകള് കണ്ടു നിൽക്കാൻ പ്രയാസ. ഗരുഡൻ തൂക്കം എന്നൊരു പരിപാടി ഉണ്ട്. സഹിക്കാൻ പറ്റില്ല. ഒരിക്കലും ഞാൻ കണ്ടതാ. ആഹാ, കണ്ടിട്ടേ ഉള്ളൂ. ഉത്സവപ്പറമ്പിൽ പോക്കറ്റടിക്കാരുമായിട്ടിരുന്ന് വെട്ടി മലത്തേന് പോലീസുകാർ പിടിച്ചോണ്ട് പോയി ഗരുഡനായി തൂക്കിയത് ആരെയാ? ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണി അമ്മായി. അമ്മേ, ഒരബദ്ധം ആർക്കും പറ്റും. ഒന്നൊന്നുമല്ല, അബദ്ധേ പറ്റൂ. അബദ്ധം അല്ലാതെ ഒന്ന് പറ്റിയത് എന്നെ കല്യാണം കഴിച്ചത്. അത് എനിക്ക് പറ്റിയൊരു അബദ്ധമായി പോയി. വിളിക്കണടാ മരമോന്ത. അത് പിന്നെ എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാ. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാ. ചിട്ടിക്കുറുപ്പിനെ പിടിച്ചതിന് പുറകെ പോലീസുകാർ നായരെയും തിരയണമെന്നാ കേട്ടത്. അതിന് ഈ പ്രദേശത്തൂടെ വായി നോക്കി തേരാപ്പാര നടക്കുന്ന ചുമ്മാ പോലീസുകാരെ കൊണ്ട് പറ്റില്ല. സാക്ഷാൽ CD തന്നെ വരണം. കൊലൈ 17 വയതിനിലെ എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഹീറോ മുഖംമൂടി അഴിച്ച് CD ആയിട്ട് വരുന്നത് പോലെ ഈ ഞാൻ മനോജ് കുമാർ വരും. തെളിവുകൾ എന്റെ കൈവശമുണ്ട്. തെളിവ് തന്നെയാ ഞങ്ങൾക്കും ആവശ്യം. ഏമാന്മാർക്ക് എഴുതി വിട്ടാൽ മാത്രം മതി. ആളെ പിടിക്കാൻ ഞങ്ങൾ കിടന്ന് ഓടണം. ഏതായാലും ഒരുത്തനെ കൂടെ കിട്ടി. വെഹിക്കിൾ റെഡിയാണോ സാർ? വെഹിക്കിൾ റാസ്കൽ നടക്കണം. ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരുന്നത് വരെ പുഴക്കരയിൽ ഇരിക്കണം. ഓടോ മറ്റോ ചെയ്താൽ നിന്റെ വാരിയിൽ ഊരിയെടുക്കും. ഇപ്പൊ ഊരിയതപ്പ തരും. അത് സ്റ്റേഷനിൽ ചെല്ലുമ്പോ പറയാം. മതി. നടക്കാം. വരട്ടെ. ഓ വരട്ടെ വരട്ടെ. സത്യം പറഞ്ഞ പ്രഭയെ ആദ്യം കണ്ടപ്പോ എനിക്കൊരു എന്താ പറയാ ഇറിറ്റേഷനാണ് തോന്നിയത്. ചേട്ടാ മറന്നുപോയ അമ്പലവഴിയിൽ പക്കമേളക്കാരെ ഇളക്കി വിട്ട് എന്നെ കളിയാക്കിയത്. തെരുക്കൂത്തുകാരി, വായാടി എന്നൊക്കെ മനസ്സ് വിളിച്ചു. എന്നിട്ട്
പിന്നെ തിരുമേനിയുടെ മുമ്പിലുള്ള ആ പെർഫോമൻസ് അതെനിക്ക് ഇഷ്ടായി. പക്ഷെ അവിടെ വെച്ചത് പുറത്ത് കാണിച്ചൂടല്ലോ. എന്നിട്ട് പിന്നീടാണ് ആ രാത്രി വന്നത്. നട്ടുവന്റെ മുന്നിൽ ആ നൃത്തം ആടി നിന്ന പ്രഭ എന്ന കലാകാരി എനിക്ക് എത്തിപ്പിടിക്കാവുന്നതിൽ എത്രയോ ഉയരായിരുന്നു. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഇപ്പോ നമ്മളിങ്ങനെ ചേർന്ന് നടക്കുമ്പോ എനിക്ക് എന്റെ മനസ്സ് പറയുന്നു, ഉത്സവരാത്രിയിൽ കാഴ്ചക്കാരെ രസിപ്പിച്ച് രണ്ടു വഴിക്ക് പിരിഞ്ഞു പോകാനല്ല നമ്മൾ വന്നതെന്ന്. ഈ കണ്ണുകൾ പറയുന്നുണ്ടല്ലോ എന്റെ മനസ്സ് എപ്പോഴേ വായിച്ചു കഴിഞ്ഞാൽ. കഥ പറയും കവിത പോലെ പുഴയൊഴുകി വീണ്ടും കഥനരസ കലിതമെത്ര പാട്ടുപാടി വീണ്ടും ആവുകൾ തൻ ദുഃഖമായി കാടുകൾ തന്നോഷമായി. എന്താ പതിവില്ലാതെ രണ്ടാളും കൂടെ ഒരുമിച്ച്? വെറുതെ. വടക്കുംപുറവും തെക്കുംപുറവും തമ്മിൽ യോജിപ്പായിരുന്നുണ്ടോ? ഞാൻ മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നിരിക്കുക നല്ല സുഖാണല്ലേ, ഈ പുഴയും കാറ്റും. എന്റെ അമ്മാളും എന്റെ പുഴയായത്. ഈ പുഴ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഓരോ ഉത്സവത്തിനും വയ്യാണ്ടായ കാലത്ത് ഞാനിങ്ങനെ കിതച്ചു വലിഞ്ഞു വരുമോ? അമ്മാളോ? ആരാത്? എന്റെ ഭാര്യ. ഭാര്യ മാത്രമായിരുന്നില്ല, അമ്മാളും എന്റെ എല്ലാം ആയിരുന്നു. 10-20 വർഷം മുമ്പാ. എന്നിട്ട് മറക്കാൻ പറ്റണില്ലേ? എല്ലാം പോയി. പണ്ട് ഞാനും അമ്മാളും കൂടി ഇതിലിങ്ങനെ നടക്കുമായിരുന്നു. വിധിയെ തടുക്കാൻ ആർക്കാ കഴിയ? ഒരീസം നോക്കുമ്പോ എന്റെ അമ്മാളും എന്റെ ശരീരം പുഴയിൽ അങ്ങനെ പൊന്തിക്കിടക്കണു. ദുർമരണ. ശുദ്ധകലശം ഇന്ന് തന്നെ തീരില്ലേ? ആ, ഇക്കുറി കലശം എന്താണ്? ആർക്കാ നോമ്പ്? നമ്മുടെ നമ്പീശനാ വ്രതമൊക്കെ തുടങ്ങി. ഓ, ആ കൂട്ടുകാരും പാട്ടുകാരും ഒക്കെ റിഹേഴ്സലൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അല്ല, ആളിങ്ങി എത്തിയല്ലോ. എങ്ങോട്ടാ? പച്ചപ്പൊട്ട്. പച്ചപ്പൊട്ടോ? അശ്വതിക്ക് പച്ചപ്പൊട്ട് വേണമെന്ന് വാങ്ങും. തുപ്പിക്കോട്ടെ. അയ്യോ, എടോ, വാവെടുക്കാറായിന്ന് തോന്നുന്നുണ്ട്. എന്താ മനസ്സിൽ വിചാരിച്ചിരിക്കണേ? എന്താ പച്ചപ്പൊട്ട് വേണം പച്ചപ്പൊട്ട് വേണം എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ മനസ്സിൽ കരുതിയതാ എന്തോ പ്രശ്നമുണ്ടെന്ന്. പുഴയെടുത്തൂടി പഠിക്കാനാണെന്ന് പറഞ്ഞു പ്രേമിക്കായി വീട്ടിൽ ചോദിക്കാനും പറയാം. പൊട്ട് തന്നിട്ടേ പോവുള്ളൂ കേട്ടോ. ഇപ്പൊ വരാം. अश्वती दिले में അകത്തേക്ക് വന്നോട്ടെ. എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇരുന്നോട്ടെ. ഒരു പൊട്ട് തൊട്ടുതരാട്ടോ.